ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ രസമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക് മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് ഞാൻ ഒരു പിടി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ മൊത്തത്തോടെ ഇട്ട് കൊടുത്താൽ കറിക്കകത്തുനിന്ന് എല്ലാവരും പെറുക്കി കളയും. ഇങ്ങനെ അരച്ച് ചേർക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കറികൾക്ക് മാക്സിമം ഇങ്ങനെ അരച്ചാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ അതൊന്ന് ഡ്രൈ വരുന്ന സമയത്തേക്ക് ഞാനൊരു തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി. കുരുമുളകാണ് രസത്തിനകത്ത് നമുക്ക് അത്യാവശ്യമായിട്ടും കൂടുതലായിട്ട് മുമ്പിൽ നിൽക്കേണ്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കായവും നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് ഞാൻ ഈ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ച പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു രസത്തിലേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് പറ്റി 1 ഗ്ലാസ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോൾ നമ്മുടെ സിമ്പിൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആകും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.